ലത ശുചിക്കുട്ടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായി എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ ആയിട്ട് ഞാൻ നിങ്ങൾക്കൊരു കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. 2-in-1 കേക്ക്, അതായത് വനില കേക്കും ചോക്ലേറ്റ് കേക്കും കൂടി ഒരു കേക്കിലാക്കിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അത് ഉണ്ടാക്കാനായിട്ട് ആദ്യമായിട്ട് നമുക്ക് 2 കോഴിമുട്ട ഈ ബൗളിലേക്ക് പൊട്ടിച്ചെടുക്കാം. ഇനി അതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചത് ചേർത്തിട്ടുണ്ട്. പിന്നീട് ഒരു 1/4 കപ്പ് ഓയിൽ, വെജിറ്റബിൾ ഓയിലും ചേർത്തിട്ട് അത് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 1 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. പാൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ നല്ലോണം അത് ബീറ്റ് ചെയ്യുക. അതിനുശേഷം അതിലേക്ക് 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും പിന്നെ ഒരു 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡയാണ് ചേർത്തിട്ടുള്ളത്. എന്നിട്ട് അത് നല്ലപോലെ ഒന്ന് തരിച്ച് എടുക്കുക. ഇനി നമുക്ക് ഈ പൊടി ഡ്രൈ ഇൻഗ്രീഡിയൻറ്റ് ചേർത്തതിന് ശേഷം നമുക്ക് ബീറ്റർ ഉപയോഗിക്കേണ്ട, ഈ സ്പാറ്റില കൊണ്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഞാൻ ഈ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ബാറ്റർ 2 പാത്രത്തിലേക്ക് ആക്കിയിട്ട് മാറ്റുകയാണ്. ഇനി 2 പാത്രത്തിലേക്കൊക്കെ മാറ്റിയിട്ടില്ലേ, അതിൽ ഒരു പാത്രത്തിൽ നമുക്കൊരു 1/4 കപ്പ് ഹെർഷീസിൻ്റെ കൊക്കോ പൗഡർ, 1/4 കപ്പ് കൊക്കോ പൗഡർ ചേർത്തിട്ടുണ്ട്. ഇനി മറ്റേ പാത്രത്തിലേക്ക് നമുക്ക് ഒരു 1/4 കപ്പ് പാൽപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഈ പാൽപ്പൊടി ചേർത്തിട്ടുള്ള ആ ബാറ്ററിലേക്ക് നമുക്ക് അല്പം വാനില എസൻസ്, 1 ടീസ്പൂണ് വാനില എസൻസ് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇത് കേക്ക് ഉണ്ടാക്കാനുള്ള ആ ട്രേയിലേക്ക് ഞാനൊരു ബട്ടർ പേപ്പർ ഒന്ന് ഓയിൽ കൊണ്ടൊക്കെ ഗ്രീസ് ചെയ്തതിന് ശേഷം ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ കൊക്കോ പൗഡർ ചേർത്തിട്ടുള്ളതും മിൽക്ക് പൗഡർ ചേർത്തിട്ടുള്ളതും 2 പാത്രത്തിലുള്ളതല്ലേ, അത് ഇതിൻ്റെ 2 സൈഡിലും ആക്കിയിട്ട് നമുക്ക് അത് ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അതിൽ എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് നല്ലപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇത് 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ള ഒരു ഓവനിലേക്കാണ് ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഡാർക്ക് ചോക്ലേറ്റും കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഞാൻ ആ കേക്കിൻ്റെ മുകളിലായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബേക്ക് ചെയ്ത് കഴിഞ്ഞ് ഒരു 35 മിനിറ്റാണ് എടുത്തിട്ടുള്ളത്. അത് ബേക്ക് ചെയ്ത് കഴിഞ്ഞ് എടുത്തിട്ടുണ്ട്. അത് ശരിക്ക് കൊക്കോ ചോക്ലേറ്റിൻ്റെ അതിൽ ഞാൻ വൈറ്റ് ചോക്ലേറ്റും അതാണ് ഇട്ടിട്ടുള്ളത്. പക്ഷേ വൈറ്റ് ചോക്ലേറ്റ് കുറച്ച് ചോക്കോ കുക്കീസ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ് കിട്ടിയിട്ടുള്ളത്. പ്യുവർ വൈറ്റ് കിട്ടിയില്ല, അതുകൊണ്ടാണ് വൈറ്റായിട്ട് കളർ കിട്ടാതിരുന്നത്. ഇപ്പോൾ കണ്ടോ, കേക്ക് വനില കേക്കും ചോക്ലേറ്റ് കൊക്കോ ചേർത്തിട്ടുള്ള കേക്കും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അതായത് 2-in-1 കേക്ക് തന്നെ ഇത് പറയാം. ഇനി അത് നമുക്കൊന്ന് മുറിച്ച് നോക്കാം. അതാ മുറിച്ചപ്പം ഒരു സൈഡിൽ ചോക്ലേറ്റ് കേക്ക് കിട്ടിയിട്ടുണ്ട്, മറ്റത് വനില കേക്ക്
വൈറ്റ് നിറത്തിലുള്ളതും മറ്റത് ചോക്ലേറ്റ് കളറിലുള്ളതും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് വേണമെങ്കിൽ വാൻചോ കേക്ക് എന്നൊക്കെ നമുക്ക് പറയാം. അപ്പോൾ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്ന് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും.